കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റവും വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ കണ്ടവനൻ കാര്യം നടത്തി തരും. കണ്ണുനീർ കണ്ടവനൻ കാര്യം നടത്തി തരും. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 23:4 മുതലുള്ള വചനഭാഗങ്ങളെ നമുക്ക് വായിക്കാം. പൂരുരി താഴ്വര കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവില്ല. ഈ വചനഭാഗം തുടങ്ങി വരുന്നപ്പോൾ തന്നെ, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ, നമ്മുടെ മനസ്സിലൊരു അഭിമാനമാണ്, ഒരു ആത്മധൈര്യമാണ്, സന്തോഷമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഏറെ ഞെരുക്കങ്ങൾ ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ആത്മാവിലൊരു തികവുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏത് പ്രശ്നങ്ങളെ ആണെങ്കിലും, എത്ര ഞെരുക്കങ്ങളുണ്ടെങ്കിലും കർത്താവ് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ പോറ്റി പുലർത്തുമെന്ന് നമുക്ക് നല്ലൊരു ഉറപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ 4-ാം വാക്യം വായിക്കുമ്പോൾ, കൂരിരുൾ താഴ്വര കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ആത്മീയമായ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെക്കുറിച്ച് പറയുവാണെങ്കിലും, വിശ്വാസികളായിട്ടുള്ള എല്ലാ ദൈവമക്കളെക്കുറിച്ച് പറയുമ്പോഴും, പോരാട്ടങ്ങൾ പലയിടത്തുനിന്നും പല വിധത്തിൽ നേരിടുമ്പോഴും അവരെ ഏൽപ്പിച്ചൊരു ശുശ്രൂഷയ്ക്ക് അവർക്ക് കുറവ് വരത്തില്ല. കാരണം യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന ആ ഉറപ്പുണ്ടല്ലോ, അതിലൂടെ തന്നെ ദൈവം നമ്മളെ പോറ്റി പുലർത്തുകയാണ്. ഏത് പ്രശ്നങ്ങളുടെ നടുവിൽ കൂടി കടന്നു പോകേണ്ടി വന്നാലും നമുക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ കർത്താവ്, എന്നെ വീണ്ടെടുത്ത ദൈവം എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആരൊക്കെ കൈവിട്ടു പോയാലും കൈവിടാത്തൊരു ദൈവം എന്നെ പിടിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പുള്ളവർക്ക് കൂരിരി താഴ്വരയിൽ കൂടി നടന്നാലും ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. 5-ാം വാക്യം പറഞ്ഞു, എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തു. ഇതൊരു ചെറിയൊരു ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുവാന്ന്. ദൈവമക്കളെ, ശത്രുക്കൾ നമ്മളെ നോക്കിയിരിക്കുന്നത് എപ്പോൾ നമ്മൾ തളർന്നു വീഴും, എപ്പോൾ നമ്മൾ ഇടിഞ്ഞു വീഴും എന്ന് നമ്മുടെ പേരില്ലാതെയാകും. എത്രത്തോളം നമ്മൾ തളരുന്നത് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കൂട്ടരാണ് ശത്രുക്കളെന്ന് പറഞ്ഞത്. എന്നാൽ ശത്രുക്കളുടെ മുമ്പാകെ നമുക്ക് വേണ്ടി മേശയൊരുക്കുവാൻ ഈ ദൈവത്തിനല്ലാതെ ആർക്കെങ്കിലും സാധിക്കുമോ? ദൈവത്തിന് സ്തോത്രം. ഈ വിരുന്ന് നമ്മൾ അനുഭവിക്കുന്നില്ലേ? ഓരോ ദിവസവും ദൈവം നടത്തുന്ന നന്മയോർത്താൽ എങ്ങനെ ദൈവമക്കളെ നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ പുകഴ്ത്തേണ്ടത്, എങ്ങനെ പുകഴ്ത്തണം, എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം നമുക്കറിയത്തില്ല. അത്രമാത്രം ആത്മാവിൽ നിറവോടുകൂടി, നന്ദി നിറഞ്ഞ മനസ്സോടുകൂടി ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. അടുത്ത വചനത്തെ നമ്മൾ കേൾക്കുവാണെങ്കിൽ 6-ാം വാക്യം പറഞ്ഞു, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ശത്രുക്കൾ പറഞ്ഞതോ ഇപ്പം വീഴും, ഇപ്പം തകർന്നു പോകും, തരിപ്പണാകും, നമ്മൾ നോക്കി നിൽക്കുമ്പോൾ അവർ വീണു പോകും. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു കുഞ്ഞ് എങ്ങനെ പറയും? ചുറ്റുവട്ടത്ത് എത്ര ശത്രുക്കൾ ഒരു സൈന്യമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നാലും അവരുടെ മനസ്സുകൊണ്ട് പറയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. എല്ലാവരും വസിക്കുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ വസിക്കും. അതെൻ്റെ ഉറപ്പാണ്. കാരണം യഹോവ എൻ്റെ ഇടയനാകുന്നു. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. അതെൻ്റെ ഉറപ്പാണ്. എത്ര കാലം വിശ്വാസ ജീവിതത്തിലാകും, എപ്പോൾ ഇട്ടിട്ട് പോകും എന്നൊക്കെ ആയിരിക്കാം ശത്രുക്കൾ ചോദിക്കുന്നേ. പക്ഷേ കർത്താവിൽ ആശ്രയം വെച്ചിട്ടുള്ളൊരു ദൈവ പൈതൽ പറയും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദൈവത്തിന് സ്തോത്രം. ഒന്നിനൊരു കുറവില്ല ദൈവമക്കളെ. കർത്താവ് നമ്മളെ കാക്കുന്നത് പോലെ കാക്കാൻ ആരാ നമുക്കുള്ളത്? ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, മല പോലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും എൻ്റെ കർത്താവെ, അത്ഭുതവും അതിശയവുമായി ഞങ്ങളെ വഴി നടത്തുന്ന ദൈവം യേശുവേ സ്തോത്രം. മലകളെ നീക്കുന്ന വിശ്വാസം അടിയങ്ങൾ അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുമെന്ന സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ
അതേ കർത്താവെ, അടിയങ്ങൾക്കും പറയുവാനിടയാക്കിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം എന്ന് സ്തുതിക്കുന്നു. സകല മഹത്വവും പുകഴ്ചയും എൻ്റെ കർത്താവ് അങ്ങ് എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. കർത്താവെ, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ലഭിച്ച നന്മകളെല്ലാം അനുഭവിച്ചുകൊണ്ട് നന്ദിയോടെ കർത്താവിൻ്റെ ആലയത്തിൽ വസിപ്പാൻ തക്കവണ്ണം ഇക്കാലം അത്ര ഞങ്ങളെ കാത്തുപരിപാലിച്ച ദൈവമേ, വിശ്വസിക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ ദീർഘകാലം ദൈവത്തിൻ്റെ ആലയത്തിൽ വസിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. യേശു കർത്താവിൻ്റെ വലിയേറെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.